നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനന സർട്ടിഫിക്കറ്റുമായി ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓരോ വീഡിയോൻ്റെ അടിയിലും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തുക, നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് പുതിയ ജനനം രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേര്, മാതാപിതാക്കളുടെ പേര് എങ്ങനെയാണ് തിരുത്തുക, ജനന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താത്ത ഭാഗങ്ങൾ, അത് ചില ഭാഗങ്ങൾ നമ്മൾ രേഖപ്പെടുത്താറില്ല. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടിയുടെ പേരെല്ലാം ചിലപ്പോൾ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഉണ്ടാവാറുണ്ട്. അങ്ങനെ പേര് രേഖപ്പെടുത്താത്ത ആളുകൾക്ക് എങ്ങനെയാണ് പേര് രജിസ്റ്റർ ചെയ്യുക, 1990 മുമ്പ് ജനിച്ച ആളുകൾക്ക്, ഏകദേശം 35-40 വയസ്സുള്ള ആളുകൾക്ക് എങ്ങനെയാണ് പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്, രേഖകൾ എങ്ങനെയെല്ലാം ശരിയാക്കാം, അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് ആവശ്യമുള്ളത് എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെറിയ ഫീസ് നൽകി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. അത് നമ്മൾ ആദ്യം നോക്കുന്നത് 2 രൂപത്തിലായി നമുക്ക് ഈ കാര്യങ്ങൾ തിരിക്കാം. ഒന്ന്, നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക്. അതിൽ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ തന്നെ പല രൂപത്തിലുള്ള തെറ്റുകളുള്ള ആളുകളുണ്ട്. സ്വന്തം പേര് തെറ്റുള്ള ആളുകളുണ്ട്, പേരിൻ്റെ കൂടെ ഇനീഷ്യലോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തം പേരിൽ തെറ്റോ അതല്ലെങ്കിൽ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഇല്ലാത്ത ആളുകൾക്ക് 18 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് സ്വന്തം SLC ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അത് വെച്ച്, അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അത് വെച്ച് തിരുത്താൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്കൂൾ രേഖ അനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്താൻ സാധിക്കുക. നമ്മുടെ SLC ബുക്കിലുള്ള പേര് കറക്റ്റായി നമ്മൾ ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ SLC ബുക്കിൻ്റെ കോപ്പി, ഈ ഒരു ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്നിവ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ളത്. വേറെ കൂടുതൽ രേഖകളുടെയും ഒന്നും ആവശ്യമില്ല. ഈ 2 കാര്യം വെച്ച് നിങ്ങൾക്ക് അവിടെ ജനന സർട്ടിഫിക്കറ്റിലേക്ക് നിങ്ങളുടെ പേര് തിരുത്താം. അതല്ല, ചെറിയ കുട്ടികളുടെയാണെങ്കിൽ, സ്കൂൾ ചേർത്തുന്നതിന് മുമ്പ് കുട്ടികളുടെയാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതപത്രം കൂടി ഇതിൻ്റെ ആവശ്യമുണ്ട്. ഒരു 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഇനി മേലാൽ പേര് തിരുത്തുകയില്ലെന്നും അന്ന് തെറ്റായാണ് രേഖപ്പെടുത്തിയെന്നെല്ലാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അത് നിങ്ങൾക്ക് സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന കടകളിൽ പോയി ചെയ്യാൻ സാധിക്കും. ആധാരം വിത്തുകാരെല്ലാം അടുത്ത് പോയാൽ അത് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ രേഖയും കൊണ്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയുടെ പേര് തിരുത്താം, അതല്ലെങ്കിൽ ഇനീഷ്യൽ ആഡ് ചെയ്യാൻ, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി മാതാപിതാക്കളുടെ പേരാണ് അതിൽ തെറ്റുകൾ തിരുത്തേണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് നമുക്കതിന് ആവശ്യമുള്ളത്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേരിൻ്റെ കൂടുതലുള്ള തെറ്റുകളാണെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും വെച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം. ഇത്ര രേഖകൾ മാത്രം മതി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ. ഇനി ജനനം രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട്, അവരുടെ ജനനം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക്, എത്ര പഴയ ജനനം രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിലും അവർക്ക് ഈ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആപാട് നമുക്ക് വേണ്ടത് ഏത് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണോ രജിസ്റ്റർ ചെയ്തത് ആ മുനിസിപ്പാലിറ്റിയുടെ പേരും ജനന തീയതിയും മാതാവിൻ്റെ പേരും മാത്രം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അത് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതെങ്ങനെയെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. കെ സ്മാർട്ട് വഴി നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന ഓപ്ഷനിൽ ഈ കാര്യങ്ങൾ മാത്രം നൽകി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ജനനം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മുടെ ജനനം ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 1990 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ജനനം ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ജനിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ ജനിച്ചത് ആ പഞ്ചായത്തിലായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഓൺലൈൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആളുകൾക്കും പറ്റുന്നൊരു പറ്റാണത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് നൽകിയാൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ നിന്നാണോ ജനിച്ചത്, ഉദാഹരണത്തിന് ഇപ്പോൾ മലപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ നമ്മൾ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ വെബ്സൈറ്റിൽ നിന്നാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ കൊടുക്കേണ്ട രേഖ. ഇങ്ങനെ 90 ലക്ഷം ജനിച്ച ആളുകൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ രേഖ വെച്ച് നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ എവിടെയാണോ, ഏത് മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാണോ അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിന് കീഴിലാണോ നിൽക്കുന്നത് ആ പഞ്ചായത്തിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടാകുക. അവിടുത്തെ രേഖകൾ നോക്കിയിട്ടാണ് നമ്മളത് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ, 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ, 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ, ഇങ്ങനെ പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എസ് എന്നും, അല്ലാത്ത ആളുകൾ നോ എന്നൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ നോക്കിയതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ പുതിയ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിനവർ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ അതല്ലെങ്കിൽ നോട്ടറി വക്കീലിനെ കൊണ്ടോ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നൽകാം. നമ്മുടെ രേഖകൾ വെച്ച് ഈ പറഞ്ഞ ആളുകൾക്ക് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അതിന് നിങ്ങൾ നോട്ടറിയാണ് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ എ ക്ലാസ് ഗസറ്റഡ് ഓഫീസറെ കൊണ്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കുക നോട്ടറി വക്കീലിനെയാണ്. നമ്മുടെ കോടതിയുടെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നോട്ടറി വക്കീലന്മാരുടെ ഓഫീസ് കാണും. അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ അത് എല്ലാം കറക്റ്റായി നൽകി തരും. അതിനുശേഷം നമ്മൾ നൽകേണ്ടത് നമ്മുടെ വീട്ടിൽ മറ്റ് കുട്ടികളുടെ എല്ലാം ജനനത്തീയതി തെളിയിക്കുന്ന ജനനത്തീയതിയും അവരുടെ പേരും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഈ 2 രേഖയുമായി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ കൊടുക്കണം. നമ്മൾ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിലാണോ നമ്മൾ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണം. ഈ ഒരു പഞ്ചായത്തിൽ നമ്മൾ ഇതുവരെയും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു അഫിഡവിറ്റ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനകം തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. അതിനുശേഷം ഈ 3 രേഖയുമായി നമ്മുടെ സ്കൂളിൽ പഠിച്ച ആളുകളാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ പാസ്പോർട്ട്, ആധാർ കാർഡ്, നമ്മുടെ കയ്യിലുള്ള രേഖയും, അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ നൽകിയ അഫിഡവിറ്റും അതിനുശേഷം നമുക്ക് ഈ പഞ്ചായത്തിൽ ലഭിച്ച രേഖയും കൂടി നമ്മൾ ഒരിക്കൽ കൂടി നമ്മളൊരു അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10-15 ദിവസത്തിനകം തന്നെ നമുക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്ത് ലഭിക്കും. ഇപ്പോൾ പല കാര്യങ്ങൾക്കും നിർബന്ധമില്ലെങ്കിൽ പോലും അവർ ആവശ്യപ്പെടുന്നുണ്ട്. 2000 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ 87 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങൾക്കും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകിയാൽ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ തിരുത്താൻ, പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ തിരുത്താൻ, എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും അവർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ പഞ്ചായത്ത്, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ആദ്യം താമസിക്കുന്ന പഞ്ചായത്ത്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പഞ്ചായത്ത്, എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകളെല്ലാം നമ്മൾ മാറി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല പ്രാവശ്യം പല രൂപത്തിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മാതാവിൻ്റെ പേര് എന്നിവയിൽ ഏതെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. ഇതെല്ലാം കറക്റ്റായി നൽകി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഇക്കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും രൂപത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. വാട്സപ്പിൽ ബന്ധപ്പെടണമെങ്കിൽ താഴെ കാണിക്കുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറുപടി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.